Happy homemaker. ഹാപ്പി ഹോം മേക്കറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പിസ്ത കേക്ക് ഉണ്ടാക്കാം. ഇതിൽ ഞാൻ എസൻസ് ഒന്നും ചേർത്തിട്ടില്ല, പിസ്തയുടെ എസൻസ് ചേർത്തിട്ടില്ല, കളറൊന്നും ചേർത്തിട്ടില്ലാത്ത ഒരു എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ്. ഇതിന് നമുക്ക് വേണ്ടത് പിസ്ത വേണം. അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ ഒറിജിനൽ പിസ്ത വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് വീറ്റ്, ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കണേ. മൈദപ്പൊടി ആയാലും ഈ ഒരു അളവിൽ തന്നെ എടുത്താൽ മതി. ഇത് ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അത് കാരണമാണ് ഗോതമ്പ് എടുത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ, അത് നമുക്ക് ഇഷ്ടമുള്ള പാൽപ്പൊടി യൂസ് ചെയ്യാം. ഞാനിവിടെ നിഡോൻ്റെ യൂസ് ചെയ്തിരിക്കണേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ യൂസ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതാണ് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇതിനെ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ഏലക്ക എടുക്കാം. ഏലക്ക എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേക്കിൽ ഒരു ടേസ്റ്റ്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്ക ഒരെണ്ണം മതി, കൂടുതലിടാൻ നിൽക്കണ്ട. പിന്നെ പിസ്ത ഒരു ഹാൻഡ് ഫുൾ ഓഫ് പിസ്ത എടുക്കാം. നമുക്ക് എത്രത്തോളം കൂടണോ അപ്പോൾ കേക്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മളിപ്പോൾ കേക്കിൽ ഇടുന്ന കാരണം കൊണ്ട് അതിനെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ എല്ലാം കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. അതിന് ശേഷം ഈ മിക്സിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാനായിട്ടാണ് പോണത്. അപ്പോൾ ഏലയ്ക്ക് അധികം കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടേനെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് 1-2 ട്രിപ്പായിട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നമ്മളൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായി ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ പാല് അരച്ച് വെച്ചിട്ടുള്ള മിക്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ഈ മിക്സ് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്ത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ഈ സ്പാറ്റില കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്കിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ ഇത് ശരിക്കും അളവ് 6 ഇഞ്ച് പാനിൻ്റെ അളവാണ്. ഞാനിവിടെ 8 ഇഞ്ച് പാനിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു തിൻ ലെയർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും ഒരു 6 ഇഞ്ച് പാനിൻ്റെ അളവാണ്. അപ്പോൾ ഇതിനെ നമുക്കിനി ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്കിനി കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ബട്ടർ ചെയ്ത പാനിലേക്ക് ഞാൻ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഒരു 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അത് നമ്മൾ നോക്കുക. 25 മിനിറ്റ്സിൽ ഓക്കെ ആവുന്നുണ്ടോ എന്ന് നോക്കണം. അത് ഓരോരുത്തരുടെ അവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെയിം കുക്കറിലും നമുക്ക് വെക്കാം. കുക്കറിൽ വെക്കണമെങ്കിൽ കുക്കറിൽ നമ്മൾ ഇത്തിരി ഉപ്പിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാൻ വെച്ചിട്ട് അതിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു 30 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കേക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ബാറ്ററിനെ നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് എടുത്ത് അവനിലേക്ക് വെക്കും. ഇപ്പോൾ ഈ ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയിലിടാനുള്ള മിക്സ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ആൽമണ്ടും പിസ്തയും ക്രഷ് ചെയ്തെടുക്കാം. അതിനെ നമ്മൾ പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിനൊന്ന് കാരമലൈസ് ചെയ്ത് ആ കാരമലിൽ ഈ റോസ്റ്റും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഇടയിൽ അപ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ കേക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്രഷ്ഡ് ഇടുന്നേക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട് ഇത് ഇടയിൽ നമ്മൾ ഫ്രോസ്റ്റിങ്ങിൻ്റെ ഇടയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ആൽമണ്ടിനും പിസ്തേനെയും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 4-5 ടീസ്പൂണോളം പഞ്ചസാര ഇടുക. അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് വരുന്ന വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം.
അപ്പോൾ ഇതൊന്ന് മിക്സായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് എല്ലായിടത്തും ഒന്ന് മിക്സായി കിട്ടും ചെയ്യും. ഇത് പെട്ടെന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ നമ്മൾ ഒരു ബേക്കിംഗ് പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ബേക്കിംഗ് പേപ്പറിലേക്കോ അല്ലെങ്കിൽ സാധാരണ പേപ്പറിലേക്കോ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇടയിലുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിതിൽ പാലിലാണ് ചെയ്യണത്. പാലും ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ്. അതിൽ വേണമെങ്കിൽ ഏലക്കപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മളുടെ കേക്ക് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കേക്കിനെ ഞാൻ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇതിനെ കട്ട് ചെയ്തിട്ട് ഇതിനെ 4ആക്കി എടുക്കുക ചെയ്യണത്. കണ്ട ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലെയർ ഞാൻ വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ഞാൻ കാണിച്ചു തരാം. ഈ കേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മളുടെ മിൽക്കിൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ പാല് നമ്മൾ അധികം ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ചേർക്കണ പോലെ തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറേ പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാകെ വെറ്റായിട്ട് നിൽക്കും കേക്ക്. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് ഈ മിക്സിൻ്റെ മുകളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇത് ഷുഗർഡ് വിപ്പിംഗ് ക്രീമായിരുന്നു. അത് കാരണം കൊണ്ട് പ്രത്യേകം ഷുഗറൊന്നും ഞാൻ ചേർക്കേണ്ടി വന്നിട്ടില്ല. ഈ വിപ്പിംഗ് ക്രീമിൽ ഞാൻ വേറെ എസൻസ് ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആൽമണ്ടും പിസ്തയുടെയും ഷുഗറിൻ്റെയും ആ മിക്സും കൂടെ ചേർത്ത് വയ്ക്കാം. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഓരോരോ ലെയേഴ്സ് വെച്ച് ഉണ്ടാക്കിയ കേക്കാണിത്. എനിക്ക് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കേക്കിൻ്റെ വീഡിയോ ആയാലും എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് ജാസ്മിൻ ഈ കേക്കിൻ്റെ വീഡിയോ ഇടാൻ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി യമ്മി കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Don't forget to like, subscribe and comment. Bye-bye. Have a nice day.